2 ദിവസം മുമ്പുണ്ടായിരുന്ന സ്ഥിതിയല്ല ഇന്ന് ഇസ്രായേലിലും അമേരിക്കയിലും അതേപോലെ അറബ് രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇറാൻ ഇസ്രായേലിലോട്ട് ഏകദേശം 300ഓളം വെപ്പൺസ് ഫയർ ചെയ്തപ്പോൾ അതുകൂടെ പ്രോക്സിയുടെയും കൂട്ടി 400-ൽ പരം. അപ്പോൾ ഈ അമേരിക്ക ഉൾപ്പെടെ രാജ്യം പറഞ്ഞു ഒരു കാരണവശാലും, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹം നേരിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്, ഇസ്രായേൽ റിട്ടാലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുവാൻ US താല്പര്യമില്ല, എസ്കലേഷനാണ് ആവശ്യം. അമേരിക്ക G7 രാജ്യങ്ങളെ കൊണ്ടും പറഞ്ഞു ഇസ്രായേൽ എസ്കലേഷൻ നടത്തണം, തിരിച്ചടിക്കരുത്. പെട്ടെന്നാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറി. ഇസ്രായേലിൻ്റെ പ്രഷർ മൗണ്ട് ചെയ്തു. അവരുടെ വാർ ക്യാബിനറ്റിൽ ശക്തമായ രീതിയിൽ ആവശ്യപ്പെട്ടു ഇറാനെ തിരിച്ചടിക്കണം, റിട്ടാലിയേറ്റ് ചെയ്യണം, ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം. അതിനേക്കാളൊക്കെ ഏറ്റവും തമാശ ഉണ്ടായത് അതൊന്നുമല്ല. അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യയും ജോർദാനും UAE അവർ ആവശ്യപ്പെടുന്നു അമേരിക്കയോട് എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? ഇറാൻ എന്ന് പറയുന്ന രാജ്യം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അവരുടെ കയ്യിൽ. നാളെ ഇതും കൊണ്ട് ഈ പ്രദേശം മുഴുവൻ ഒരു ഭീഷണിയാകും. എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസും അവരുടെ ആർമിയുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ്, റവല്യൂഷണറി ഗാർഡ്സ്, അവരുടെ കേപ്പബിലിറ്റി എന്തുകൊണ്ട് കുറച്ചുകൂടാ? ഈ സാധനങ്ങളെല്ലാം വെച്ച് അടുത്ത ദിവസം ഞങ്ങൾക്കെതിരെയും വരും. എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനൊരു തീരുമാനം എടുത്തു? ഇത് പെട്ടെന്നാണ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാനെ അടിക്കണമെന്ന് പറയുന്നത്. നോക്ക് എവിടുന്ന് എങ്ങോട്ട് പോയി സംഭവം. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാഷിങ്ടൺ പോസ്റ്റാണ്. അതേപോലെ തന്നെ വാഷിങ്ടൺ പോസ്റ്റിൽ പറയുന്നൊരു വേറൊരു റിപ്പോർട്ടുണ്ട് കറക്റ്റായിട്ട് ഇറാൻ ക്യാബിനറ്റിനെയും ഇസ്രായേലിൻ്റെ ക്യാബിനറ്റിനെയും വാർ ക്യാബിനറ്റിനെയും കോട്ട് ചെയ്ത് പേരുകൾ പുറത്ത് പറയുന്നില്ല. വാർ ക്യാബിനറ്റ് ആവശ്യപ്പെടുന്നു ഇസ്രായേലി ഡിഫൻസിനോട്, IDF ആവശ്യപ്പെടുന്നു ഏതൊക്കെയാണ് ടാർജറ്റുകൾ ഇറാനിൽ, എവിടൊക്കെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, എത്ര സമയം വേണം, ഇതിനെപ്പറ്റി അതിൻ്റെ ലിസ്റ്റ് തരാൻ ആവശ്യപ്പെടുന്നു. അതായത് ഇറാനെ തിരിച്ചടിക്കുവാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് അമേരിക്കയുടെ സഹായമില്ലാതെ, മറ്റുള്ള രാജ്യങ്ങളുടെ സഹായമില്ലാതെ എങ്ങനെ തിരിച്ചടിക്കാൻ സാധിക്കും. നോക്കുക, ഇന്നലെ അമേരിക്ക സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി. അവരുടെ ഡെപ്യൂട്ടി സ്ട്രാറ്റജിക് സ്പോക്സ്മാൻ CBS എന്ന് പറഞ്ഞ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിലും അൽ ജസീറയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലും പെട്ടെന്ന് സ്റ്റാൻഡ് മാറ്റി. ഞങ്ങൾ തിരിച്ചടിക്കാനില്ല, പക്ഷേ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഞങ്ങളുടെ കൺസേൺ ആണ്. അതായത് ഇറാൻ വീണ്ടും ഇസ്രായേലിനെ അടിക്കാൻ വരുവാണെങ്കിൽ, തിരിച്ചടിച്ചിട്ട് വരുവാണെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അജണ്ടകളിൽ നമ്പർ 1 ആണ്. പെട്ടെന്നാണ് സ്റ്റാൻഡ് മാറ്റിയേക്കുന്നത്. പിന്നീട് മറ്റൊരു സംഭവം ഉണ്ടായി. അമേരിക്കയിൽ ജോ ബൈഡനെതിരെ വലിയ പ്രതിഷേധം ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായി. എന്തുകൊണ്ട് അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇസ്രായേലിനെതിരെ കൊടുത്തു? കൂടെ ഉണ്ടാകില്ല. ഇതും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ ചോദിക്കുന്ന പോയിന്റുകളുണ്ട്. ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും അമേരിക്കൻ അസറ്റുകളെ വരെയാണ് ഇറാൻ അവരുടെ പ്രോക്സീസ്, ടെറർ സംഘടന ഉപയോഗിച്ച് അവരുടെ ബേസുകൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനും തിരിച്ചടി കൊടുക്കണ്ടായോ? അതിന് എന്ത് തിരിച്ചടിയാണ് കൊടുത്തത്? ഇതൊക്കെയാണ് ചോദ്യമായത്. പെട്ടെന്നാണ് ഇറാൻ ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അവരുടെ പ്ലാന്റുകൾ മുഴുവനും അടച്ചിടാൻ. ഇറാനിൽ മുഴുവൻ ഹൈ അലേർട്ടായി. കാരണം തിരിച്ചടി കിട്ടും എന്നവർക്ക് ബോധ്യമാണ്. അത് എപ്പോഴാണ്, ഏത് സമയമാണെന്ന് മാത്രമാണ് ഇനി ഇസ്രായേലിന് തീരുമാനിക്കാനുള്ളത്. മറ്റൊരു കാര്യം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത്, തിരിച്ചടിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അവരുടെ സോവറിൻ രാജ്യമാണ്, സ്വതന്ത്ര രാജ്യമാണ്, അത് അവർക്ക് തീരുമാനിക്കാം. പക്ഷെ ഞങ്ങൾ അവരുടെ കൂടെ തിരിച്ചടിക്ക് പോകുന്നില്ല, പക്ഷേ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഞങ്ങളുടെ കൺസേൺ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കാരണം ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. സൗദി അറേബ്യൻ F-16 വരെയാണ് ഇറാൻ്റെ വെപ്പൺസ് അടിച്ചിടാൻ മുമ്പിൽ നിന്നത്. അവരുടെ ബേസ് മാത്രമല്ല,
അതായത് സൗദി അറേബ്യൻ അവരുടെ മിലിറ്ററി അസറ്റുകൾ പോലും, അതായത് വാർ എയർക്രാഫ്റ്റും അതേപോലെ തന്നെ ആൻറ്റി മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റവും എല്ലാം യൂസ് ചെയ്തു. ജോർദാനും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇറാൻ ഒരു ത്രെട്ടാണ്, എങ്ങനാണെങ്കിലും ഇത് ഈ പ്രദേശത്തെ മുഴുവനും പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ട പോയിന്റ്. പെട്ടെന്ന് അത് സുന്നി ഷിയയിലോട്ടങ്ങ് പോയി. അപ്പം UAEയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. കാരണം ഏത് സമയത്തും ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രാജ്യമാണ് UAE. ഇപ്പം എന്തുകൊണ്ട്, കാരണം അവർ ന്യൂക്ലിയർ വെപ്പൺസും കൊണ്ടിരിക്കുകയാണ് ഇറാൻ, എന്തുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്ത് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് അമേരിക്ക അവരുടെ സ്റ്റാൻഡ് മാറ്റിയിരിക്കുന്നത്. അതായത് പൊട്ടൻഷ്യലായിട്ടുള്ള ഇസ്രായേലിൻ്റെ റിട്ടാലിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇസ്രായേൽ അതിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെരി സൂൺ ദ അറ്റാക്ക് വിൽ ഗോയിങ് ടു ഹാപ്പൻ. അതാണ് പത്രത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അമേരിക്ക ഉദ്ദേശിച്ച പോലെ ഈ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. ഇവർക്കെല്ലാം ഇറാനെ ഭയമാണ്. കാരണം ഇവരേത് സമയത്താണ് ഈ രാജ്യങ്ങളെ കയറി അടിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നൊരു സൗദി അറേബ്യൻ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്ത് പറയുന്ന സംഭവമുണ്ട്. ഇപ്പം സൗദിയും UAEയുമാണ് ഹൂത്തികളുമായിട്ട് കയറി ഏറ്റത്. ഏകദേശം 5 വർഷത്തെ വാറായിരുന്നു. സൗദിക്കും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്, UAEക്കും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളിലെയും 1500-ൽ പരം പട്ടാളക്കാരാണ് ഹൂത്തികളുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടത്. കാരണം ഈ 2 രാജ്യങ്ങൾക്ക് ഇതേപോലെ ഹൂത്തികൾക്കോ ഇറാനെതിരെ തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം എന്തുകൊണ്ട് അമേരിക്ക മാറി നിൽക്കുന്നു? ഞങ്ങളുടെ സെക്യൂരിറ്റിയും ഈ രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയും പ്രശ്നമല്ലേ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അമേരിക്കൻ ഡിപ്ലോമസിയിൽ മാറ്റമുണ്ടായത്. കാരണം അമേരിക്കയും അവസാനം സമ്മതിക്കുകയാണ്, തിരിച്ചടിച്ചോളൂ. അതായത് ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും ബേസ് ഉൾപ്പെടെ അവർ കൊടുക്കുവാനും തയ്യാറായി. ഇന്നലെ അൽ ജസീറ എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇതുമായിട്ട് നടന്ന ഡിബേറ്റിൽ അമേരിക്കൻ ഒഫീഷ്യൽസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിന് തിരിച്ചടിക്കാം, പക്ഷെ ഞങ്ങൾ കൂടെ ചേരണമെന്നില്ല. പക്ഷെ ആ രാജ്യത്തിന് അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ എത്ര മണിക്കൂർ കൊണ്ട് എയർ റെയ്ഡ്, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് തകർക്കുവാൻ സാധിക്കും. പിന്നെ ടെക്നോളജി, പല വാർഫെയർ ഉണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഞങ്ങളുടെ കൺസേൺ ആണ്. അത് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്. അതായത് വാറിൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫിലോസഫി കംപ്ലീറ്റ് ചേഞ്ചായി. ഇസ്രായേൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു ഇറാനെ. അതായത് ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റീസും ന്യൂക്ലിയർ കേപ്പബിലിറ്റിയും അവിടുത്തെ പൊളിറ്റിക്കൽ സംഭവവും. അപ്പം പ്രധാനപ്പെട്ട പല പോയിന്റുകളും അതിനകത്തുണ്ട്. കാരണം ഇങ്ങനൊരു വാറ് ഇറാന് ഈ മിസൈലും ഒക്കെ തൊടുത്ത് 300-ൽ പരം സംഭവം വിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേലിനും ലോകത്തിനും അറേബ്യൻ രാജ്യങ്ങൾക്കൊക്കെ പിടികിട്ടി ഇവൻ്റെ ഒരു കോപ്പുമില്ലെന്ന്. കാരണം ഇവനിത് മാക്സിമം ചെയ്യാവുന്നതാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് സമയം അവനെ കയറി അടിക്കുക. കാരണം ഇതിന് ശേഷം ഇറാൻ ചൈനയോടും റഷ്യയോടും ആവശ്യപ്പെട്ടേക്കുകയാണ്. കാരണം അതിൻ്റെ പേരിലാണ് അമേരിക്ക സാങ്ഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വെപ്പൺസ് വേണം. അത് പബ്ലിക് ഡൊമെയിനിലായി. കാരണം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പേരിലാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിളിക്കുന്നത്, ചൈനീസ് അംബാസഡർ സംസാരിക്കുന്നത്. കാരണം ഇവർക്ക് എമർജൻസി ആയിട്ട് വെപ്പൺ വേണം. ഇറാനിൽ ഹൈ അലേർട്ടായി. ഞാൻ വേറൊരു വീഡിയോയിൽ ഇന്നലെ പറഞ്ഞു, അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളോടും ആർമി ജനറലോടും അകത്തോട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടാണ്, ബങ്കറിലിരിക്കുക, പുറത്തിറങ്ങണ്ട, എന്ത് സംഭവിക്കും. അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന സ്ഥലം രണ്ടാം ലോകമഹായുദ്ധത്തിലെ പാട്ട സാധനം കൊണ്ടാണ് ഇവർ ഗെയിം കളിക്കാൻ പോയേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള മോഡേൺ അഡ്വാൻസ് ടെക്നോളജി ആയിട്ട് ഇസ്രായേലുമായിട്ട് ഇതിൻ്റെ സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു പോസിബിൾ ഓപ്ഷൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും കിട്ടിയ അവിടെ കയറി അങ്ങ് മേയാം.
അതിനേക്കാൾ ഉപരി അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇറാനിൽ വൻ ഭൂരിപക്ഷവും ഇപ്പോഴവിടുത്തെ ഭരിക്കുന്ന ഇറാനിയൻ റിലീജിയസ് റഷീം, ആ ഭരണകൂടത്തിനെതിരെയാണ്. അതും ഉപയോഗിക്കാം. ഇതെല്ലാം പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തിരിച്ചടിക്കണം, ഇറാനെ തൊലയ്ക്കണം. ഈ ഒരു ഡിസിഷനിലോട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്.